ഗൈസ് വെൽക്കം ടു സെൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയ ഡേ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഷോർട്സ് പറഞ്ഞ പോലെ തന്നെ 263 ദിവസം നമ്മൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 315 ആയിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചത്. അങ്ങനെ ഫൈനലി BTC 100K എത്തിയിരിക്കുകയാണ്. ക്രിപ്റ്റോയെ സംബന്ധിച്ചിടത്തോളം ഹോൾഡേഴ്സ്, ഇപ്പോൾ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടവർ, അതിനെക്കുറിച്ച് അറിയുന്നവർ, ചില ആൾക്കാരൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും 4 ആളോട് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ പറയുന്നവർ, അങ്ങനെ എല്ലാവർക്കും ഇത് ഭയങ്കര ഹാപ്പിയുള്ളൊരു മൊമെൻ്റാണ്. കാരണം ഇതൊരു 100K ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പ് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു 2 വർഷം ബാക്കോട്ട് പോയാലോ 16K ഉണ്ടായിരുന്ന ഈ BTC ആണ് ഇന്ന് ഇപ്പം പറയുന്നത് 100K എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയട്ടെ, ഈ ഒരു കാലയളവിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ബുൾ സൈക്കിളിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു BTC ശരിക്കും പറഞ്ഞാൽ ഒരു 100Kൻ്റെ മുകളിലൊക്കെ പോകേണ്ട പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും എല്ലാവരും ഉള്ളിൽ ഒരിക്കലും BTC അങ്ങനെ ഒന്നും കയറൂല. അപ്പം കയറും, എന്നാലും 100K ബ്രേക്ക് ചെയ്യുക എന്നുള്ളതൊന്നും സംഭവിക്കാത്തൊരു കാരണമാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. ഈവൻ ക്രിപ്റ്റോ ആയിട്ട് ഭയങ്കര ബന്ധമുള്ളവർ പോലും അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുണ്ട്, നമുക്ക് തോന്നൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്, എന്താ BTC ചില്ലറ സംഭവമല്ല, ഇത് ഇനി പറയുന്ന പോലെ ബ്രേക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഈ BTCൻ്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെയാണെന്ന് പതിയെ പതിയെ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഒരു കാലയളവിൽ BTCൻ്റെ പോക്ക്, നിങ്ങൾ ഇന്നിപ്പം മഴയും കൂടി ഉണ്ട്, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സമയം കളയാതെ എത്തിക്കണമെന്ന് തോന്നിയോടാണ് ഞാൻ ഈ സമയത്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴായിട്ട് ഈ BTCൻ്റെ യാത്രകൾ കുറേ ആൾ ഫേസ് ചെയ്ത ഒരാളായിരിക്കും. നമ്മൾ 16K കണ്ടു, എന്നിട്ട് BTC 100K കണ്ടു. കാരണം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ, എന്തായാലും BTC കയറും. പക്ഷെ കയറുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് എന്ത് തോന്നിപ്പിക്കും, നമ്മളെ ഫീൽഡ് ഔട്ട് ആക്കിപ്പിക്കും എന്നുള്ളത്. ഞാൻ നിങ്ങളോട് ഈ പറയുന്ന റീഅക്യുമുലേഷൻ പീരീഡ് ഉണ്ടായിരുന്നല്ലോ, മെയ്യിൽ അല്ലെങ്കിൽ ജൂണ്, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിലായിട്ട് നമ്മൾ ഇങ്ങനെ മടുപ്പിച്ച പീരീഡ്, ഞാൻ നിങ്ങളോട് ഒരു വേർഡാണ് മോട്ടിവേഷന് വേണ്ടി ഉപയോഗിച്ചത്. എന്താന്ന് വെച്ചാൽ, നമ്മളെ ഒരു ബുൾ മാർക്കറ്റ് വരുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് പേഴ്സണലി തോന്നിപ്പിക്കും എന്ത്, ഇതൊരു ബുള്ളിൽ BTC 100K ഒന്നും അടിക്കൂല, BTC 100K ഒന്നും അടിക്കൂല, അതുകൊണ്ട് പിന്നെ അതിൽ വലിയ പരിപാടി നോക്കണ്ട, ക്രിപ്റ്റോയിൽ തീർന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നിടത്താണ് എന്തുണ്ടാവുക, ഒരു ബുൾ മാർക്കറ്റ് ജനിക്കുക. ഇനി ഇതേ ഭാഗം ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഒരു തോന്നൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്, എന്ത് BTC ഇനി ഒരു 200K അല്ലെങ്കിൽ ഒരു 300K അടിക്കും, ഈ സൈക്കിളിൽ തന്നെ BTC ചിലപ്പോൾ 500K വരെ പോകും എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നിടത്താണ് വെയിൽസ് ഈ പറയുന്ന പരിപാടി നടത്തുക. എന്ത്, നേരെ കുറച്ച് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുക. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഹിസ്റ്ററി. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ 2012, നിങ്ങൾ പലരും എന്നോട് ഇന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, എങ്ങനെയാണ് ഈ പറയുന്ന 100K വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നാൻ കാരണം, എന്തുകൊണ്ടാണ് പ്രീ ഹാൾവിംഗ് റാലി, റീഅക്യുമുലേഷൻ, ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് പറയാനുള്ള ധൈര്യം വന്നതെന്ന് എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്. ധൈര്യം എന്ന് പറഞ്ഞാൽ 2012, 16, 20 ഈ 3 സൈക്കിൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരേ പാറ്റേൺ ആണ് പോകുന്നത്. ഒരേ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സെയിം. ചില ദിവസങ്ങളിലൊക്കെ ഇവൻ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ബിറ്റ്കോയിന് ഈ ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ടില്ലേ, ആ ഒരു ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ 5 ആഴ്ച, ഇപ്പം 5ാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആകാൻ പോയി, 6ാമത്തെ ആഴ്ച തുടങ്ങാൻ പോയി ഞാൻ തിങ്കളാഴ്ചയോടുകൂടി. ഈ 5 ആഴ്ച മുമ്പത്തെ ഒരു ദിവസമല്ല അന്ന് 69 ബ്രേക്ക് ചെയ്ത് BTC പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ടായത്. അതുപോലും 2016 സൈക്കിളുമായിട്ട് നല്ല കമ്പാരിസൺ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് നോക്കിക്കൂടാ. അപ്പം പെർഫെക്റ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി. ഈവൻ US ഇലക്ഷന് വരെ ഞാൻ നിങ്ങളോട് ഒരു വേർഡ് പറഞ്ഞിരുന്നു, US ഇലക്ഷന് മുമ്പുള്ള റേറ്റിലേക്ക് പിന്നീട് BTC ഒരു സൈക്കിളും വന്നിട്ടില്ല. അതും കൂടി ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ US ഇലക്ഷൻ ചെക്ക് ചെയ്തു, US ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം BTC എന്ത് ചെയ്യപ്പെട്ടില്ല, ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുമില്ല. അപ്പം ഇതൊരു പാറ്റേണിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇത് പോകുന്നിടയിൽ തന്നെ ആ പാറ്റേണിൽ കുറേ ആൾക്കാരെ പൊടി തട്ടി പോകുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരാൾ കഴിഞ്ഞ ബുൾ സൈക്കിളിൽ $30,000 എന്ത് ചെയ്യപ്പെട്ടു, BTC 2 എണ്ണം വാങ്ങി. $30,000 ഉണ്ടാകുന്ന സമയത്ത് BTC 2 എണ്ണം വാങ്ങി. എന്നിട്ട് എന്താ സംഭവിച്ചത്, മൂപ്പർ ആ സമയത്താണ് 16K കണ്ടത്. പിന്നീട് BTC 30ലേക്ക് വന്നപ്പോൾ മൂപ്പർ എന്ത് ചെയ്ത് 60, ഞാൻ മാറിപ്പോയി, 60,000 ഉണ്ടാകുമ്പോൾ BTC വാങ്ങി അയാൾ 16K വരെ BTC കണ്ട്. പിന്നെ 30,000 ഉണ്ടായപ്പോൾ ഇനി ഇത് 12K അല്ലെങ്കിൽ 8Kയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ 2 ബിറ്റ്കോയിൻ അദ്ദേഹം സെല്ല് ചെയ്ത കഥ പറയുന്നുണ്ട്. അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് ചിന്തിച്ച, നിങ്ങളോട് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, ഞാൻ എപ്പോഴും നമുക്ക് കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കുക. 2 വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ബിറ്റ്കോയിൻ ഒരു ദിവസം കൊണ്ട് 100K അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 100K ഒന്നും വാങ്ങാൻ ആൾ വേണ്ടേ. ഇപ്പോൾ ഉദാഹരണത്തിന് ബിറ്റ്കോയിൻ ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ ഈ വാങ്ങാൻ ആൾ വേണ്ടേ. ഇത് ഒരു മാർക്കറ്റ് കുറയുക അല്ലെങ്കിൽ ഇത് സെല്ല് ചെയ്യുന്നവർ നോക്കി അടുത്ത ആൾ വാങ്ങുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ. അപ്പം ഇതിൽ നിന്ന് എന്ത് ചെയ്യപ്പെടണം, കുറേ ഫോമവും ഫിയറും അടുപ്പിച്ചുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യം,
ഇപ്പോൾ നമ്മൾ ഒന്ന് നോക്കിയാൽ മതി, എന്തുകൊണ്ട് ഇലോൺ മാസ്ക് സെല് ചെയ്യുന്നില്ല ബിറ്റ് കോയിൻ? എന്തുകൊണ്ട് ഈ മൈക്രോ സ്ട്രാറ്റജി വീണ്ടും വീണ്ടും ബൈ ചെയ്യുന്നു? 60K 70K ഉണ്ടാകുമ്പോൾ എന്നോട് കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു, ഇത് ഓൾ ടൈം ഹൈ അടിക്കോ? അല്ല, ഇപ്പം തന്നെ കുറേ എത്തിപ്പോയില്ലേ, ഇനിയിപ്പോൾ പ്രശ്നമാവോ? ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാങ്ങുന്ന എമൗണ്ട് എത്ര? മാക്സിമം ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യ, ആ ഒരു റേഞ്ചിലാണ് നമ്മളെ പോട്ട് 10 ലക്ഷം 20 ലക്ഷം വാങ്ങുന്നവരുണ്ട്. പക്ഷെ അവർ വാങ്ങുന്നത് 100 കോടി അല്ലെങ്കിൽ വലിയ എമൗണ്ട് അവർ വാങ്ങുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, അവർ 69K, ഇപ്പം ഇന്നലെ മൈക്രോ സ്ട്രാറ്റജി 97K അവർ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇപ്പം ഞാൻ 70K ഉണ്ടാകുമ്പോഴും BTC ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വിഷയം, അവർ ഇത്രയും കോടി കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ഒരു 3000 അല്ലെങ്കിൽ ഒരു 10 കോടി മാസ ശമ്പളത്തിൽ ഒരാളെ വെച്ചിട്ട് അയാൾക്ക് ക്രിപ്റ്റോ അനാലൈസ് ചെയ്യാൻ പറ്റൂലേ? ഇപ്പം എൽ സാൽവദർ ഇങ്ങനെ വാങ്ങിയിടുന്നുണ്ട്, അവർ കോടിക്കണക്കിന് രൂപ വാങ്ങുന്നു, അവർക്കൊന്ന് ചെക്ക്. ഇലോൺ മാസ്ക് സെല് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ പോരെ, ഇപ്പോൾ CZ ബിനാൻസിൻ്റെ ഈ ആൾ സെല് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും സെല് ചെയ്യാണ്ടിരിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താ? അവർക്ക് 1 കോടി മാസ ശമ്പളത്തിൽ വെച്ചിട്ട് ഒരു അനലൈസർ വെച്ചിട്ട് അവർ പറയൂലേ, വാങ്ങാണ്ടാട്ടാ, ഈ സാധനം പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ അവർ കൊടുക്കൂലേ? ഇത് മൈക്രോ സ്ട്രാറ്റജി വീണ്ടും വാങ്ങുന്നു. ബ്ലാക്ക് റോക്ക് പോലുള്ള വലിയ കമ്പനി എന്ത് ചെയ്യുന്നു? ETF വന്നിട്ട് ഡെയിലി വാങ്ങുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് വാങ്ങുമ്പോൾ, ഇപ്പം കുറേ ആൾക്കാർ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് വാങ്ങുകയാണ് വിചാരിക്കും. അപ്പം അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വലിയ അനലൈസർ ഉണ്ടാവില്ലേ, ഒരു വലിയ കോടിക്കണക്കിന് രൂപ വെച്ചിട്ട് ഇതിൻ്റെ പെർഫെക്റ്റ് അനാലിസിസ് ചെയ്യുന്ന ഒരാളുണ്ടാവില്ലേ? അപ്പം അങ്ങനെ വേണം നമ്മൾ കോമൺ സെൻസ് ആയിട്ട് ചിന്തിക്കാൻ. ഇനിയിപ്പോൾ 100K ഉണ്ടാകും. ഈ വീഡിയോ ലെങ്തി ആയിരിക്കണം, കാരണം കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 100K അടിച്ചു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച കറക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ കറക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എല്ലാം പബ്ലിക് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ചൊക്കെ അപ്ഡേറ്റ്സ് വോയിസ് ഇടുന്നുണ്ട്. നിങ്ങൾ കമ്പൽസറി ആയിട്ട് എല്ലാവരും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ക്രിപ്റ്റോ റിലേറ്റഡ് ആരായാലും പബ്ലിക് ഗ്രൂപ്പിലുണ്ട്. ഡെയിലി ഈ പറയുന്ന പോലെ, ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡെയിലി ചിലപ്പോൾ വീഡിയോയിലൂടെ വരാൻ പറ്റില്ല, പക്ഷെ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിക് ഗ്രൂപ്പിലും ഫ്രീ ആണല്ലോ, അല്ലാതെ നമ്മുടെ ഈ പറയുന്ന ഫ്രണ്ട്സ് ആയാലും ക്രിപ്റ്റോ റിലേറ്റഡ് എല്ലാവർക്കൊക്കെ ഈ പറയുന്ന പബ്ലിക് ഗ്രൂപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. നമുക്ക് എന്തായാലും സംസാരിക്കാമല്ലോ. നിങ്ങൾക്ക് എൻ്റെ കോൺടാക്റ്റിലൂടെ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ക്രിപ്റ്റോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു റീട്രേസ് വരാനുണ്ട്, പക്ഷെ മോർ ചാൻസ് 100K ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? 100K ബ്രേക്ക് ചെയ്തെന്ന് അറിഞ്ഞപ്പം തന്നെ പലയിടത്തും ന്യൂസ് സ്പ്രെഡ് ചെയ്തു. പലയിടത്തും കുറേ ആൾക്കാർ, എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട്, എടാ നീ പണ്ട് പറയുന്നില്ല ഇപ്പം 100K ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്. പലരും ഇനിയിപ്പോൾ പത്രങ്ങളിൽ വരും, ഇപ്പോൾ പല ന്യൂസുകളിലും വരും. അപ്പോൾ കുറേ ഫോമോ അടിക്കും. ഞാൻ റീട്രേസ് ഉറപ്പാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ 99ൻ്റെ ഈ 100K എന്ന് പറയുന്ന മെയിൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കാം റീട്രേസ് എന്ന് പറഞ്ഞാൽ യുക്തിപരമായി നമ്മൾ ചിന്തിക്കുക. കാരണം 100K ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ന്യൂബീസ് വരും. ഇപ്പം ഞാൻ പബ്ലിക് ഗ്രൂപ്പ് പറഞ്ഞ പോലെ, അവർ ഇപ്പോൾ ഒരു സുഹൃത്തായിരിക്കും പറയാം, എടാ BTC അല്ലെങ്കിൽ ക്രിപ്റ്റോ കുറച്ച് പൊട്ടൻഷ്യൽ ഉള്ള സംഭവമാണ് കേട്ടോ, അന്നൊരു കാര്യം ചെയ്യും, ഞാനൊരു 100 അല്ലെങ്കിൽ ഒരു $1000 ഇടാം, എന്നിട്ട് അതേ ഈ 100K ബ്രേക്ക് ചെയ്ത് ഓടുമ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റോടെ വരും. അപ്പോൾ ഈ 100K ബ്രേക്ക് ചെയ്ത് കുറച്ച് കയറിന് 1100 ഓൻ പറയാം, നീ പറഞ്ഞാൽ ശരിയാണേ, കയറുന്നുണ്ട് പൊളി, ഞാൻ ഒരു 500 കൂടി ഇട്ടാൽ, ഓൻ പറഞ്ഞു നോക്കിയിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് BTC റീട്രേസ്, ഫസ്റ്റ് റീട്രേസ് വന്നു. ഓൻ എന്താ പറയല്, എടാ 1000 ഇട്ടത് ഇപ്പോൾ 500 ആയിട്ടുണ്ട്, നൈസ്, അല്ലെങ്കിൽ 700 ആയിട്ടുണ്ട്, നൈസായിട്ട് ഒന്ന് ഇതാക്കി തന്നേടാ. പലയിടത്തും ന്യൂസ് വരുന്നുണ്ട്, ഏതെല്ലോ യുദ്ധം വരുന്നുണ്ട്, ഏതോ ചൈന ബാൻ ചെയ്യുന്നു പറയുന്നുണ്ട്, ഇപ്പോൾ റഷ്യൻ്റെ എന്തോ അമേരിക്ക എന്തോ ഇതുണ്ടാക്കുന്നുണ്ട്, ടാരിഫ് ഉണ്ടാക്കുന്നുണ്ട്, വേൾഡ് വാർ വരുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നം വരുന്നുണ്ട്, ബിറ്റ് കോയിൻ എന്തോ എവിടുന്നോ അക്രമം വരുന്നുണ്ട്, അതൊരു നൈസായിട്ട് അന്നൊന്ന് ഒഴിവാക്കി തന്നെ. കാരണം എന്താ, ആ സമയത്ത് പല ഗ്രൂപ്പുകളും എന്ത് ചെയ്യപ്പെടും, വെയിൽസ് ബാഡ് ന്യൂസ് ഫ്ലഡ് ചെയ്യും. എന്തിന്? നിങ്ങൾ സെല്ല് ചെയ്യുന്ന ബിറ്റ് കോയിൻ, നിങ്ങൾ സെല്ല് ചെയ്യുന്ന ക്രിപ്റ്റോ ആർക്ക് വേണം? ഈ വെയിൽസിന് വേണം. ഈ 70K 60K നമ്മൾ വാങ്ങാൻ നിന്നിട്ടില്ല, പക്ഷെ നമ്മൾ 100K വാങ്ങിയത് കൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഈ അവസരങ്ങൾ കിട്ടണം. ഈ പറയുന്ന സുഹൃത്ത് എന്ത് ചെയ്യപ്പെടും, വീണ്ടും സെൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന റീട്രേസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 20-25% റീട്രേസ് വന്ന് പലരും, ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഒരാൾ ക്രിപ്റ്റോ ഫ്യൂച്ചർ ട്രേഡ് പഠിച്ച ഒരാൾ BTC അടിച്ച് കയറി 100K, ഇനി എല്ലാവരും പറയുന്നത് 150K ഉണ്ട് അല്ലെങ്കിൽ 200K ഉണ്ട്, ഒരു കാര്യം ചെയ്യുക, ഒരു 100x ഞാൻ ലോങ് ഇടുക, അല്ലെങ്കിൽ $1000 20x ഞാൻ ലോങ് ഇടുക, അത് BTC അല്ലെങ്കിൽ 150, അല്ലെങ്കിൽ ഒരു ആൾട്ട് ഇത്ര വരെ കയറിയാൽ എന്തായാലും BTC കയറുമ്പോൾ ആൾട്ട് കയറൂലേ, അപ്പോൾ ഇത്ര വരെ കയറി കഴിഞ്ഞാൽ എനിക്ക് $150 അല്ലെങ്കിൽ $1000 ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഓനും അവിടെ നിന്ന് ലോങ് എടുക്കും. അങ്ങനെയുള്ളവരൊക്കെ തുടച്ച് നീക്കും, ലിക്വിഡേറ്റ് ആക്കിയിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പ് ഓഫ് മോർ. ഞാനത് പറയാൻ കാരണം, 69-69K എന്ന് പറയുന്ന ഒരു ഓൾ ടൈം ഹൈ ഉണ്ടായിട്ടില്ലേ, ഈ 69-71K ഉണ്ടാകുന്ന സമയത്ത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് BTC പലരും 100K, കാരണം പൊട്ടൻഷ്യലി 100K ഉണ്ട് BTC, കാരണം ഈ മൈനിങ്ങിനുള്ള ചാർജൊക്കെ ശരിക്കും പറഞ്ഞാൽ 69K ഉണ്ട്. അപ്പോൾ എന്തായാലും 100K ഉറപ്പാണ് എല്ലാവർക്കും, ഇപ്പം നമുക്കും എല്ലാവരും ഉറപ്പാണ്. ആ സമയത്ത് കുറേ ആൾ എന്ത് ചെയ്യും, 100K ലക്ഷ്യം വെച്ചിട്ട് 20x ട്രേഡ് ഇട്ട്
എന്താ സംഭവിച്ചത്? BTC 48K വരെ കുറഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ ലിവറേജ് ട്രേഡിനൊക്കെ ഒന്ന് കൊളാക്കിയിട്ട് BTC 100Kയിലേക്ക് പോയി. അപ്പോൾ ഇതെപ്പോഴും മനസ്സിൽ വേണം. ഈ 103K എന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ തുടച്ചു നീക്കും. ഇതൊരു പ്രക്രിയയാണ്, ഇത് വേണം. കാരണം എന്താണെന്നറിയാം, അല്ലെങ്കിൽ വേൾഡിൽ എല്ലാവരും പൈസക്കാരാവില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഞാൻ എത്ര നാൾ നിങ്ങളോട് പറഞ്ഞു പോസ്റ്റ് ഹാൾവിങ് റാലി സമയത്ത് നമുക്ക് മാക്സിമം അക്യുമുലേറ്റ് ചെയ്യേണ്ട സമയമാണ്. മാക്സിമം അന്ന് എൻ്റെ വീഡിയോൻ്റെ വ്യൂസ് എത്രയാണെന്നറിയാം? 400 അല്ലെങ്കിൽ 300. ഇപ്പോൾ ഉള്ള വ്യൂസ് എത്ര? 1000, 2000. എന്നിട്ട് നമ്മൾ പറഞ്ഞൊരു വിഷയം എന്താ, ഇത് പ്രശ്നമാണെന്നല്ല, ഇപ്പോൾ ഉള്ളത് വരെ ചിലപ്പം ഓക്കെയാണ്. ഇപ്പോൾ ഈ 100K എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പോലും BTC എന്ന് പറയുന്നത് ഈ ഒരു സൈക്കിളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ജൂൺ ജൂലൈ ആണെങ്കിൽ ഇപ്പോഴും 6 മാസം മുമ്പുണ്ട് അത്ര. അപ്പോൾ 6 മാസം മുമ്പാണ് നിങ്ങൾ ഇപ്പോൾ ഇന്ന് വീഡിയോ കാണുന്ന നിങ്ങൾ പോലും ഈ ക്രിപ്റ്റോ മാർക്കറ്റിൽ സംബന്ധിച്ച് ഏറിലാണ്. പക്ഷേ സംഭവിക്കുന്നുണ്ട് ഈ റീട്രേസിന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയുള്ള ഷോർട്ട് വീഡിയോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 20 ദിവസം. അത് എൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇനി ഷോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് റീട്രേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡേ 1 ആണ് ഇന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡേ 20, 1 ഓഫ് ഡേ 20 നമ്മൾ എന്ത് ചെയ്യപ്പെടും? ഈ പറയുന്ന റീട്രേസിന് എക്സ്പെക്റ്റ് ചെയ്യും. ഈ കാലയളവ് നമ്മളെ, കാരണം 6 ഇപ്പോൾ ഇത് 5-ാമത്തെ ആഴ്ചയാണ്, 6, 7, 8 ഇടയിൽ കഴിഞ്ഞ 2012 75%, 2016 35%, 2020 8% പ്ലസ് 16% കൂടി 25% കിട്ടിയിട്ടുണ്ട്. അപ്പം മിനിമം ഈ സൈക്കിളിൽ നമ്മൾ 20% എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് റീട്രേസ് ഒന്ന് തുടച്ച് നീക്കലുണ്ടാവണം. ഹിസ്റ്ററി പ്രകാരമാണ് ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇത്രയും നാൾ സംസാരിക്കുമ്പോഴൊക്കെ ഹിസ്റ്ററി ഫോളോ അപ്പ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഒന്നൊരു കാര്യം കഴിഞ്ഞാൽ ഇത് ഫുൾ സെൽ ഓഫ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യപ്പെടാം? ഈ പറയുന്ന റീട്രേസിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രാവശ്യം ഹിസ്റ്ററി എന്ത് ചെയ്യപ്പെട്ടു? തിരുത്തി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടും? ഈ മാർക്കറ്റ് പെട്ടെന്ന് 120 കയറിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യപ്പെടും? പിന്നെ അവിടെ നിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ എപ്പോഴും ചെയ്യുക, റീട്രേസ് വരുന്നവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? 50%, 60% വെച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്താ 120 ആയാലും എന്താ പ്രശ്നമില്ല. നീ ഇപ്പോൾ 60, 70, 80 വാങ്ങിയത് നിങ്ങൾക്ക് 120, 110, 105 റേഞ്ചിൽ നിന്ന് വിറ്റ് കഴിഞ്ഞാൽ പ്രോഫിറ്റാണ്, ടെൻഷനില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡും കൂടി വേണം കേട്ടോ. ബുൾ മാർക്കറ്റിൽ എന്ത് ബുൾ മാർക്കറ്റ് ആയാലും ഈ ഒരു ബുൾ മാർക്കറ്റ് കൊണ്ടൊന്നും ആരും പൈസക്കാരനാകാൻ പോകുന്നില്ല. ആവും, പക്ഷെ നിങ്ങൾ വലിയ പൈസക്കാരനോ വേൾഡിലെ നമ്പർ 1 ഒന്നും ആവില്ല. പക്ഷെ നിനക്ക് ചെറിയൊരു എമൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 105 ഞാൻ അഥവാ എടുത്തെന്ന് വിചാരിക്കും, അഥവാ റീട്രേസ് വന്നിട്ടില്ല എന്ന് വിചാരിക്കും. റീട്രേസ് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടാം? നിങ്ങൾക്ക് നിൻ്റെ ബാക്കി എമൗണ്ട് അവിടെ തന്നെ ഹോൾഡ് ചെയ്യും. നീ പീക്കിൽ നിന്ന് സെല് ചെയ്താൽ മതി. നീ ഇവിടുന്ന് സെല് ചെയ്തു, നീ ഇപ്പോൾ ബൈ ചെയ്തിട്ടേ ഇല്ലെങ്കിലോ? അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടിലൂടെയാണ് ചിന്തിക്കാൻ. രണ്ടാമത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം 20%. അപ്പോൾ ഒരു 4% കുറയുമ്പോൾ വേഗം പോയിട്ടില്ല USDT കൊണ്ട് വാങ്ങലല്ല. നിങ്ങൾ ഇനി റീട്രേസിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 20%, അല്ലെങ്കിൽ ഇപ്പം ഇതെല്ലാം അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ 6 മാസം കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ 10x കോയിൻ ആയാലും ഏതായാലും 6 മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇപ്പോഴും ഒരു 3x, ഇപ്പോൾ പല കോയിനും 5x ഉണ്ട് അത്ര. ഇനി ഒരു 2-3x കൂടി റിട്ടേൺസ് കിട്ടേണ്ടതാണ്. പക്ഷെ കുറച്ചും കൂടി ചെറിയ എമൗണ്ടിലൊക്കെ ഉള്ളവർ കളിക്കുമ്പോൾ ഈ റീട്രേസിലും കൂടി വാങ്ങിയാൽ കുറച്ചും കൂടി ഒരു സമാധാനം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിഷയം പറയുന്നത്. അൾട്ടിമേറ്റ് ഇപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഈ ഫസ്റ്റ് റീട്രേസ് മാത്രമാണ് നമുക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. പിന്നീട് അങ്ങോട്ട് റീട്രേസ് വരുമ്പോൾ നമുക്ക് റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന 3 ആഴ്ചൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു റീട്രേസ് കിട്ടുന്നുണ്ട്, അതാണ് നമ്മുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അതായിരിക്കണം നമ്മുടെ ഫൈനൽ ബൈയിങ്. മതി, ഇനി നമ്മൾ ബൈയിങ് അല്ല, ഇനി നമ്മൾ ശ്രദ്ധ കൂടുതൽ എന്ന് കരുതി ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല. അവസരങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബുൾ മാർക്കറ്റ് തീരുന്നവരെ നമുക്ക് പല ഓപ്പർച്യൂണിറ്റികളുണ്ട്. അത് ഈ സ്പോട്ടിൽ വാങ്ങൽ മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചർ ട്രേഡ് ആയാലും ഏത് ട്രേഡ് ആയാലും. ഇനി ബുൾ മാർക്കറ്റ് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ബുൾ മാർക്കറ്റ് പീക്കാകുമ്പോൾ നമ്മൾ നൈസ് വിഡ്രോ ചെയ്തിട്ട്, സിസ്റ്റമാറ്റിക്കായി വിഡ്രോ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരുമിച്ച് ബിയർ മാർക്കറ്റിലേക്കുള്ള പ്ലാനുകൾ, എവിടുന്ന് ഏത് കോയിൻ വാങ്ങണം, ഷോർട്ട് ഓപ്പർച്യൂണിറ്റി, എവിടുന്ന് വീണ്ടും റീബൈ ചെയ്യണം, അടുത്ത ബുൾ മാർക്കറ്റിലേക്ക് എത്ര എയിം ചെയ്യണം, 2029 ആയുസ് ഉണ്ടെങ്കിൽ എത്രയാണ് അതിൻ്റെ ഈ പിടിക്കേണ്ടത്, BTCന് എത്രയാണ് പ്ലാനിങ്, അങ്ങനെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊക്കെ ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോമോ അല്ല വേണ്ടത്. ഓരോരുത്തരും നിങ്ങൾ കൂട്ടുകാരെല്ലാവരോടും ഇത് പറയണം. നമ്മൾ ഇപ്പോൾ പുതുതായി വരുന്നവരോട് എപ്പോഴും പറയണം, മാർക്കറ്റ് 100K അടിച്ചപ്പോൾ 16K എന്ന് പറഞ്ഞൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു, 70K അടിച്ചപ്പോൾ 48K ഉണ്ടായിരുന്നു, പല ദുഃഖങ്ങളുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2020-24 ഫുൾ വർഷം എടുക്കുമ്പോൾ മടുപ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും വർഷങ്ങളായിരുന്നു. ക്രിപ്റ്റോ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ 2021 ഹോൾഡ് ചെയ്യുന്ന എത്രയോ മെമ്പേഴ്സ് ഇന്ന് എനിക്കറിയാം, നമ്മളെ മെമ്പേഴ്സ്, അവരൊക്കെ ഈ 100K എന്ന് പറയുന്ന സാധനം എത്തിയത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിലല്ല. അപ്പോൾ പുതുതായി വരുന്ന ക്രിപ്റ്റോ ഫണ്ട്സിനൊക്കെ നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം, ഇത് അയച്ചു കൊടുക്കണം. 100K കണ്ടിട്ട് ലക്ഷങ്ങളും കോടികളും ഇടാനുള്ളതല്ല ഈ ക്രിപ്റ്റോ.
എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടോ പറമ്പോ അല്ലെങ്കിൽ സ്വർണ്ണമോ, ചില ആൾക്കാർ എന്നോട് പറഞ്ഞു, മിന്നാന്നൊരുത്തൻ എന്നോട് പറഞ്ഞു 60K വീട് വിറ്റിട്ട് ഞാൻ ഇപ്പം ഇട്ടിനെങ്കിൽ 100K. ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം, നീ 60K 69K ഉണ്ടാകുമ്പോൾ ഒരു 48K വന്നിരുന്നു. 52K ആകുന്ന സമയത്ത് അല്ലെങ്കിൽ 55K ആകുന്നിട്ട് ഓട്ടോമാറ്റിക് ന്യൂസ് എന്താണെന്നറിയാം, ക്രിപ്റ്റോ 30K. റീസൺ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം, അമേരിക്ക ഇടപെടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന റഷ്യ ഇടപെടുന്നു, ചൈനയും കൂടി World War III വരുന്നു. ഇതായിരുന്നു ആ ന്യൂസ്. ആ ന്യൂസും വീട് വിറ്റ നീയും പണ്ടിൽ നീ ആ ന്യൂസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ മാനസികാവസ്ഥ എന്താ? കാരണം നിന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ക്രിപ്റ്റോയിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഹാപ്പി ഡേയ്സിൽ കാണുന്ന സെറ്റപ്പേ അല്ല. ബ്ലീഡിങ് സമയത്ത് വ്യക്തമായ പ്ലാനിങ് വെയിൽസ് കളിക്കും. ബാഡ് ന്യൂസുകൾ ടെലഗ്രാമിൽ ഓൾറെഡി ഡിപ്പ് വന്നിട്ടുണ്ടാവും, എന്നാലും ഒരു 3-4 ദിവസം ബാഡ് ന്യൂസ്. എന്തുകൊണ്ട്? നമ്മൾ ബൈ ചെയ്യരുത്. നമ്മൾ അവിടുന്ന് ഇപ്പോൾ എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്യപ്പെടും, ബാഡ് ന്യൂസ് ഇറക്കും. അവിടുന്ന് നമ്മൾ അതിൻ്റെ ലോങ് കാച്ചരുത്, നമ്മൾ പേടിപ്പിക്കണം. ഇപ്പം ഗുഡ് ന്യൂസുകളെ ഫ്ലഡ് ചെയ്യിപ്പിക്കും. എന്തുകൊണ്ട്? നമ്മൾ ബൈ ചെയ്യണം, റീട്രേസിൽ നമ്മൾ വീണ്ടും സെല്ല് ചെയ്യണം. ഈ ഒരു പ്ലാൻ എപ്പോഴും മനസ്സിൽ വേണം. അതാണ് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മെയിൻ അസറ്റ് വിറ്റിട്ടില്ല. നമ്മൾ ഓരോ ദിവസവും നമ്മളെ ചിലവുകളിൽ തന്നെ നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ഒരു ദിവസം 1000 രൂപേൻ്റെ ആവശ്യമില്ല. അദ്ദേഹം വിചാരിച്ചാൽ 1000 കിട്ടുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് ഓനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി 500 രൂപ ശമ്പളമാണെങ്കിൽ ഓൻ ജീവിക്കൂലേ? നിങ്ങൾ പറ, 1,00,000 ഉറുപ്പിക ലോനും മാത്രമാണ് അവിടെ ജീവിക്കുന്നത്, 5000 ലോനും 10,000 ലോനും ജീവിക്കുന്നില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൈസ കിട്ടുന്ന അനുസരിച്ച് നമ്മുടെ ജീവിത രീതികളുടെ മാറ്റങ്ങൾ, അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം, എനിക്ക് കിട്ടുന്ന എമൗണ്ടിൽ എനിക്ക് ആവശ്യം. ഈ ക്രെഡിറ്റ് കാർഡിനെ എല്ലാവരും എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രശ്നം? ഈ വീഡിയോ നീളുന്നതിൻ്റെ കാരണം എന്താ പറയുക, ഇതിലൂടെ നമുക്കൊരു തീരുമാനമാക്കണം. ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രശ്നം എന്താ? 10,000 ശമ്പളം കിട്ടുന്ന എനിക്ക് 40,000 വരെ എനിക്ക് എന്ത് ചെയ്യപ്പെടാം, ഉപയോഗിക്കാനുള്ള അവസരം ബാങ്ക് കൊടുക്കുകയാണ്. അങ്ങനെ എന്താ സംഭവിക്കുക? 10,000 ഉള്ള ശമ്പളക്കാരൻ ലക്ഷ്യം വെക്കുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് 4,000 ഫോണായിരിക്കും. പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് 30,000 40,000 ഫോൺ വരെ എനിക്ക് ലക്ഷ്യം വെക്കുക. അപ്പോൾ അവൻ്റെ ജീവിതം എന്നൊരു കടക്കാണ്. അവൻ്റെ ജീവിതം എന്ത് ചെയ്യും? 5,000 ഫോണേ അവൻ്റെ ശമ്പളത്തിന് വേണ്ടു, അവൻ്റെ ജീവിതത്തിന് 5,000 ഫോണേ വേണ്ടു. പക്ഷെ എന്ത് ചെയ്യപ്പെടുന്നു? അവനിക്ക് 40,000 ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു റീസൺ കൊണ്ട് മാത്രം 40,000 ഫോൺ എടുക്കപ്പെടുന്നു. അതാണ് ബാങ്കിൻ്റെ ലക്ഷ്യം. കാരണം നമ്മുടെ ജീവിത രീതിയെ എന്ത് ചെയ്യുക, ആസ്വദിപ്പിക്കുക. പിന്നെ 45,000 ഫോൺ ഉപയോഗിച്ച ഒരാൾ, ഒരു 45,000 ഫോൺ ഉപയോഗിച്ച ആൾ തിരിച്ചൊരിക്കലും എനിക്ക് 5,000 ഫോണിലേക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ പറ, ഒരു iPhone 16 എടുത്ത ഒരാൾക്ക് ഇനി ഒരു നോർമൽ നോക്കിയ ഫോണിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ലക്ഷ്യം വെപ്പിക്കാൻ ഒരു 50-ഇഞ്ച് TV കണ്ട ഒരാൾക്ക് പിന്നീട് ഒരു 15-ഇഞ്ച് TV ജീവിക്കാൻ പറ്റുമോ? പിന്നീട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് മാത്രമേ പോകാൻ പറ്റൂ. അപ്പം നിങ്ങൾ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി നമ്മളെ കൺസെപ്റ്റിൽ തന്നെ പ്ലാൻ ഇട്ട് അതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. കണ്ണും പൂട്ടി എന്ത് ചെയ്യപ്പെടാം, ഒരു 1000 രൂപ മാറ്റി വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെയും ഇപ്പോൾ ഒരു 3000 രൂപ കീശയിലുണ്ട്. വേണ്ടെങ്കിൽ സമയമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അന്ന് വെറുതെ ഒരു 3 പടത്തിന് പോകും. അതേ സമയത്ത് നമ്മളിപ്പോൾ 100 രൂപ ഉണ്ടെങ്കിലോ സെലക്റ്റീവായിട്ട് ഒരു പടത്തിന് പോകും, അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോകും. പോകണ്ടെന്നല്ല, എൻജോയ് ചെയ്യണം. പക്ഷെ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണ് നമ്മൾ അനാവശ്യമായിട്ട് കളയുന്നത്, അവിടുന്ന് വേണം. പ്രത്യേകിച്ച് പ്രവാസികൾ, അവിടെ ഒരുപാട് അനാവശ്യമായിട്ട് പൈസകൾ പോകുന്നുണ്ട്. പണ്ടുള്ളവർ പറയുന്നേക്കല്ലേ, ഉദാഹരണത്തിന് വീടോ സ്ഥലമോ വാങ്ങും, അപ്പോൾ വീടെടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യപ്പെടും, മാസം ഒരു എമൗണ്ട് അങ്ങനെ പോകും. ഇന്നങ്ങനെ പലരും അങ്ങനെ വീടെടുക്കാനും പിന്നെ സാഹചര്യമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് 1,00,000 10 ലക്ഷം കൊണ്ടിടലല്ല. അല്ലെങ്കിൽ അതില്ലാത്തവൻ, ആ ഒരു കോടി വരുമാനം, 1 കോടി ഇതുള്ള ഒരാൾക്ക് വേണമെങ്കിൽ 5 ലക്ഷം ഇടുന്നതിനൊന്നും പ്രശ്നമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റബിൾ ചെയ്യണം. അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു 1000 രൂപേൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു 50 10 കോടിയല്ലോ എനിക്കെല്ലാം 5 ലക്ഷം രൂപ ഉണ്ടാവും. അങ്ങനെ കമ്പാരിസണും കൂടി നമ്മൾ ഈ പറയുന്നതിൽ നടത്തണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിയട്ടെ, ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലക്ഷ്യം ലോങ് ടേം ആയിരിക്കണം, ഷോർട്ട് ടേം അല്ല. നമ്മുടെ ജീവിത രീതി എന്നിട്ട് നീ അതിൽ നിന്നൊരു ഘട്ടുണ്ടാക്കുന്നു. പിന്നീട് നിനക്ക് എന്ത് ചെയ്യപ്പെടാം, റിസ്ക് എടുക്കുക. കാരണം എന്താ, നീ ഒരു എമൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിനക്ക് എന്ത് ചെയ്യപ്പെടാം, പിന്നെ നിനക്ക് ഹൈ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ആദ്യം ബേസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മളെ ഇടയിൽ തന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മുടെ ജീവിത രീതി, നമ്മുടെ പൈസ ചിലവാക്കുന്ന രീതി, എല്ലാം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ സമയം നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കാൻ പറ്റും. ഓരോന്നും നമ്മൾ സിസ്റ്റമാറ്റിക് ആക്കി കഴിയണം. അങ്ങനെ വേണം ക്രിപ്റ്റോയിലേക്ക് വരാൻ. ഞാൻ ഇത് പറയാൻ കാരണം, ഈ 100K അവസരത്തിൽ നല്ല ഫോം ഓടിച്ച പല ഫ്രണ്ട്സുകളും നിങ്ങളുടെ ഇടയിലുണ്ടാവും, ആവേശഭരിതനായിട്ടുണ്ടാവും, ലക്ഷങ്ങളിടാൻ
ഓട്ടോമാറ്റിക്കലി ഉള്ളവരും ഉണ്ടാവും. അവരോട് പോലും അവരുടെ ലക്ഷങ്ങൾക്ക് എന്താ വിലയില്ലേ? ചില ആൾക്കാർ ഇതാണുണ്ട്, വലിയ പൈസക്കാരന് ഓനിട്ടാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കേണ്ട. എല്ലാവരുടെ പൈസക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. 100K എന്ന് വരുമ്പോൾ നിങ്ങൾ വരുന്ന ഈ ഒരു മാർക്കറ്റിലേക്ക് ഒരുപാട് അവസരങ്ങളുണ്ടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ചില ചതിക്കുഴികളുണ്ട്, ചില പേടിപ്പെടുത്തലുകളുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വ്യക്തമായ ഒരു ഗൈഡൻസ് വേണം. നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട്, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ യൂട്യൂബ് വീഡിയോയിലും നിങ്ങൾ പ്രീമിയം മെമ്പേഴ്സ് ആണെങ്കിൽ അത്രയും ഓപ്പർച്യൂണിറ്റികൾ ഇടണം, നിങ്ങൾ പബ്ലിക് ഗ്രൂപ്പ് എന്ന് മാത്രമല്ല പ്രീമിയം മെമ്പേഴ്സും ആവണം എന്ന് പറയുന്നത് വെച്ചാൽ, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം. കാരണം നിങ്ങൾ ഏത് സ്പോട്ടാണെങ്കിൽ പോലും ഏത് ഇതാണെങ്കിലും നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഉദാഹരണത്തിന് 100K ലക്ഷ്യം വെക്കുന്ന എന്നോട്, അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ഈ റീട്രേസ് വന്നാൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം, എന്തുകൊണ്ട് ഈ റീട്രേസ് വന്നിട്ടുണ്ട്, ടെൻഷൻ ആകുന്നുണ്ട്, 10X കോയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആയിട്ടില്ല, നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ നിങ്ങളൊരു വ്യക്തമായ ഒരു പ്ലാനിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ടീമിലേക്കും കൂടി വരണം. ഇത് നിർബന്ധനയല്ല, നിങ്ങൾ പബ്ലിക് ഗ്രൂപ്പിലേക്ക് മാത്രം വന്നാലും മതി, ഞാൻ അവിടേക്ക് വോയിസ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി നിങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാം. അത്രയേ ഉള്ളൂ. ഇതൊന്നും ഒരു ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഈ വന്നാലേ ഗുണം, അങ്ങനെയൊന്നുമില്ല. ഈ യൂട്യൂബിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും, പബ്ലിക് ഗ്രൂപ്പിൽ സംസാരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ രീതികൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടാം, നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പിലേക്ക് വരാം. പക്ഷേ ഞാൻ ഇതൊന്നുമല്ല, പ്രീമിയം ഒന്നുമല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന എമൗണ്ടുകൾ സിസ്റ്റമാറ്റിക്കായി യൂസ് ചെയ്യുക. അതൊരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പോവുക, കൂളായിട്ടിരിക്കുക. ഓക്കെ, ബൈ.